ഗായ്സ്, നിങ്ങൾ ഈ കണ്ട ഈ ഒരു മുത്തപ്പൻ അത് ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ മുത്തപ്പൻ്റെ ഒരു ഫേസ് പേപ്പറിൽ മുറിച്ചെടുത്തിട്ട് ഈ ഒരു കാർഡ്ബോർഡ് വെച്ച് ആ കാർഡ്ബോർഡും അതേ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ചെവി പോലത്തെ വരുന്നൊരു ഭാഗമില്ലേ, അത് രണ്ടും ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗവും ഞാൻ ആ ഭാഗത്തും കൂടി അതിൻ്റെ മേലെയായിട്ട് വെള്ള പേപ്പർ അതിൻ്റെ സൈസിൽ ഞാൻ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഭാഗത്തും വേണ്ടിയിട്ടുള്ള ഒരു ചെവിയുടെ ഇത് ഞാൻ രണ്ട് ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെവീൻ്റെ മേലെ തന്നെ ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊരു സാധനം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാർഡ്ബോർഡിൽ. അത് ഞാൻ അവിടെ വെച്ച് പിന്നെ എന്നിട്ട് അതിൻ്റെ ചെവികൾ രണ്ട് ഭാഗത്തും അങ്ങായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തെയ്യങ്ങൾക്കെല്ലാം ഇത് ഈ ഒരു കളർ ഒരു ഓറഞ്ച് ഒരു കളറല്ലേ നമ്മൾ ദൈവങ്ങൾക്കെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുത്തപ്പൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു മഞ്ഞ അടിക്കുന്നത് പോലെ ഒരു മഞ്ഞൾ തേച്ച ഒരു അങ്ങനെയുള്ളൊരിതാണ് വേണ്ടത്. പക്ഷേ ഞാൻ ഫസ്റ്റ് അടിച്ചപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു മഞ്ഞാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു വർക്കാണ് ഇത്. പണ്ട് തൊട്ടേ ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ തെയ്യങ്ങളെ നമ്മളിങ്ങനെ ഒരുക്കി കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവില്ല, അവിടെയൊക്കെ പോയിട്ട് തെയ്യത്തിൻ്റെ മുഖത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുഖത്തൊക്കെ വരയുന്ന കാര്യങ്ങളൊക്കെ പോയി നോക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യത്തോടെയാണ് ഞാൻ ചെയ്യാറ്. ഇതായിട്ട് വലിയ ഫേസൊന്നും വരയ്ക്കാൻ ദൈവങ്ങളെ ഫേസൊന്നും വരയ്ക്കാൻ അറിയില്ലെങ്കിലും എന്നെക്കൊണ്ടാവുന്നത് പോലെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. പക്ഷേങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒക്കെ ചെയ്ത് കാണുമ്പോൾ എന്തോ ഇതുള്ളത് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ ഫൈനൽ അടിപൊളിയായിട്ടുണ്ട്. എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇതുള്ളത് പോലെ ഉണ്ടെങ്കിലും പക്ഷേങ്കിൽ മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. അതിൻ്റെ ചെവിയുടെ ഭാഗത്തായിട്ട് ഈ ഒരു കളർ തന്നെ, പക്ഷേ ഇതിൻ്റെ മുഖത്ത് ഈ കളറല്ല, കുറച്ചും കൂടി ഒരു മഞ്ഞ അടിക്കുന്ന പോലെയാണ് കളർ വേണ്ടത്. പിന്നെ നമ്മളെ മുത്തപ്പൻ്റെ മുഖത്ത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ റെഡ് കളറിൽ വട്ടത്തിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ മുത്തപ്പൻ്റെ മൂക്കിൻ്റെ അവിടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ റെഡ് കളറിലാണ് അവിടെ കൊടുക്കുന്നത്. ഈ മുഖത്തുള്ള ആ റൗണ്ട് പോലെ ആ സൈഡിലുള്ളതുപോലെ തന്നെ മൂക്കിൻ്റെ അടുത്തും ഇങ്ങനെ റെഡ് കളറായിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ ആ കണ്ണൊക്കെ ബ്ലാക്ക് കളർ കൊണ്ടൊന്ന് കൊടുത്തു. കണ്ണൊക്കെ ഒന്നും കൂടി ശരിയാക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അതൊക്കെ ഞാൻ ഈ മുത്തപ്പൻ്റെ ചെവിയിലായിട്ട് കുറച്ച് ആ കളറിൻ്റെ മേലായിട്ട് ഗോൾഡൻ കളറൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ ഈ ഒരു പെൻസിൽ കൊണ്ട് വരച്ച് വെച്ചായിരുന്നു. പിന്നെയായിരുന്നു അതിൻ്റെ മേലെ കളറൊക്കെ അടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഗോൾഡൻ കളറും കൊടുത്തു. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ഞാൻ അത് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും കൂടി വരച്ചിട്ടുണ്ടായിരുന്നു മേലെ തന്നെ. പിന്നെ ആ പെയിൻ്റൊക്കെ വെച്ച് അതിൻ്റെ മുത്തപ്പൻ്റെ നിങ്ങൾക്ക് ഈ ഒരു ചെവീൻ്റെ ആ ഭാഗമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ തിരിയും ഇതേപോലെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ബ്ലാക്ക് വൈറ്റ് അങ്ങനെയൊക്കെ വരുന്നൊരു കളറാണ് ഞാൻ ഇതിൻ്റെ മേലെ കൊടുത്തത്. അതേപോലെ മോളെ സൗണ്ടാണ് കേട്ടോ ഇതിലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. പിന്നെ അതേപോലെ ഈ ഒരു മുത്തപ്പൻ്റെ മേലോട്ടായിട്ട് കിരീടത്തിൻ്റെ മേലോട്ടായിട്ട് റെഡ് കളറായിട്ട് കാണുന്നില്ല, അത് മോൻ്റെ പണിയാണ് കേട്ടോ. അതൊന്നും ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൻ വന്ന് പെയിൻ്റൊന്ന് തട്ടിക്കളഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ പക്ഷേങ്കിൽ അവിടെ റെഡ് കളർ തന്നെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മാറ്റാൻ പോയില്ല. അവിടെ ഫുള്ള് റെഡാണ് വരുന്നത്. മുത്തപ്പൻ്റെ ആ കിരീടത്തിൻ്റെ അവിടെയൊക്കെ റെഡ് കളറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ചെയ്തില്ല, അവിടെ തന്നെ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ചെവിയുടെ സ്ഥലത്തൊക്കെ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്, കാർഡ്ബോർഡിൽ ചെയ്തതല്ലേ. പിന്നെ കിരീടത്തിൻ്റെ മേലെ ഫസ്റ്റായിട്ട് വരുന്നത് റെഡ് കളറാണ്. പിന്നെ തന്നെ അതിൻ്റെ മേലായിട്ടൊരു വൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷമുള്ളത് ഞാൻ റെഡായിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു മുത്തപ്പന ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ആയിട്ട് നിങ്ങൾക്ക് ഇനിയൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഞാനതൊന്നും കൂടി ബോട്ടിലിൽ മുത്തപ്പന ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു മുത്തപ്പന ഉണ്ടാക്കാൻ കാർഡ്ബോർഡിൽ ഉണ്ടാക്കാൻ കാരണം അനിയൻ പിന്നെ പറശ്ശിനിക്കടവ് പോയപ്പോൾ ഒരു വണ്ടിയിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു മുത്തപ്പന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കണം എന്ന് കരുതിയാണ് ഞാനിതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേങ്കിൽ ഫൈനൽ അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മളിതൊക്കെ ഒരുപാട് പൈസക്കായിരിക്കും നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങുന്നത്. അപ്പോൾ ഒന്ന് വീട്ടിലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരുപാട് നല്ല ലാഭമായിരിക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷവും കൂടിയായിരിക്കും. എനിക്കൊരുപാട് വരക്കാനും ഇതൊക്കെ ഒന്നും അറിയുന്ന ആളൊന്നുമല്ല. എന്നിട്ട് ഞാനിതൊന്ന് ചെയ്ത് നോക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ഒരു തെയ്യങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് നോക്കാനൊക്കെ. ഈ ഒരു താല്പര്യം കൊണ്ട് ചെയ്തതാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ മുത്തപ്പൻ്റെ ഈ ഒരു തലയുടെ മേലെയായിട്ട് ഇങ്ങനെ ഒരു പാമ്പിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഞാൻ കാർഡ്ബോർഡിൽ തന്നെ ചെയ്തപ്പോൾ അതിനൊരു ഫിനിഷിങ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് പിന്നെ ഒരു കാർഡ്ബോർഡിൽ വേറെ തന്നെ ഒരു പീസ് മുറിച്ചിട്ട് ഞാൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുത്തപ്പൻ്റെ ഈ ഒരു മീശ പോലെ വരുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡിലാണ് മുറിച്ചത്. പക്ഷേ ഈ കാർഡ്ബോർഡിൽ മുറിച്ചപ്പോൾ ഭയങ്കര മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നി. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ഷേപ്പ് മുത്തപ്പൻ അതൊരു ഇതില്ലാത്തതുപോലെ തോന്നി. പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ അതങ്ങ് ചെയ്തു പോയി. ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് തിരിയും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പിക്കിൽ നോക്കിയാൽ തിരിയും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡൊന്നും എടുക്കാതെ നല്ലൊരു ഫിനിഷിങ് വരുന്നൊരു കാർഡ്ബോർഡ് എടുത്ത് ചെയ്യാം. പിന്നെ ഞാൻ ഈ താടീൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഈ ചെവിയുടെ ആ 2 ഭാഗം ഞാൻ മറ്റേ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. പിന്നെ അതാകുമ്പം പെട്ടെന്ന് അവിടെ ഇതായി നിൽക്കും. അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞു പോയി കളിക്കുന്നത് കൊണ്ട് ഞാൻ അത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു. പിന്നെ ഈ താടീൻ്റെ ഭാഗമായിട്ട് ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്തത്. പക്ഷെ അത് വേഗം ഒട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ നെറ്റിയുടെ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് ഈ ഒരു കല്ല് വെച്ച് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ അവിടെ തന്നെ ഒരു വട്ടത്തിലൊരു റിങ് പോലെ സാധനം കൂടി മുത്തപ്പൻ്റെ അവിടെ വരുന്നുണ്ട്. പിന്നെ മുത്തപ്പൻ്റെ തലയിലായിട്ട് ഇങ്ങനെ ചെട്ടിപ്പൂവും ജമന്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൂക്കൾ അവിടെ വരുന്നുണ്ട്. മഞ്ഞ, ഓറഞ്ച്, പിന്നെ മുല്ലപ്പൂ, പിന്നെ ഒരു തുമ്പയുടെ ഇല പോലത്തെ സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൂളൻ നൂലിൽ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ചും കൂടി വേണ്ടിയിരുന്നു. പക്ഷേ ഓറഞ്ച് എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് ഞാൻ മഞ്ഞയും വെള്ളയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചു. പിന്നെ അതൊരു ചെറിയൊരു കാർഡ്ബോർഡിലായതുകൊണ്ട് അവിടെ അത്രയൊന്നും വേണ്ട വന്നിട്ടില്ല. ഒരു 3-4 പൂവേ വേണ്ട വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഈ ഒരു പൂ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെക്കൊണ്ട്. അപ്പോൾ മുത്തപ്പൻ്റെ തലയിൽ ഇതുപോലത്തെയൊക്കെ ജമന്തിപ്പൂ അങ്ങനത്തെ പൂക്കളൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ 2 കളറുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഈ 2 സൈഡിലായിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഈ ഒരു സർപ്പം പോലെ വരുന്ന ആ സംഭവം അപ്പോൾ പൂ വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു അടിയിലായപ്പോയതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർഡ്ബോർഡ് മുറിച്ചിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ തിരിയും. ഇതൊരിപ്പോൾ ഈ ഒരു അടിയിലായപ്പോയതുപോലെ തോന്നി. അപ്പം ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ വട്ടത്തിലുള്ള റിങ്ങും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കാർഡ്ബോർഡിൽ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തപ്പൻ്റെ ചെവിയുടെ മേലെയായിട്ട് ഒരു കമ്മൽ പോലൊരു സംഭവം ഉണ്ട്. അതിന് ഞാനൊരു സിൽവർ കളറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാമ്പിൻ്റെ ഇതൊരു കാർഡ്ബോർഡിലാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തുമ്പപ്പൂയുടെ ഇല പോലെയായിട്ടുള്ള ഒരു സാധനം കൂടി മുത്തപ്പൻ്റെ തലയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ പേപ്പർ പച്ച കിട്ടിയപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ടൊരു ഈ ഒരു സൈസിലാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മുത്തപ്പൻ്റെ തലയുടെ മേലെയായിട്ട് ഈ ഒരു സർപ്പത്തിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ നിറയെ ഇങ്ങനെ ഒരു ചന്ദ്രക്കല പോലെ ഒരുപാട് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ മേലെ എനിക്ക് ഈ ഒരൊറ്റയൊന്ന് മാത്രമേ വെക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം നെറ്റിയിലായിട്ട് ഇങ്ങനെ മുത്തപ്പൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു നെറ്റിയിലിങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ടൊരു നൂലും അതിൻ്റെ മേലെ ഞാൻ കാർഡ്ബോർഡിൽ ഒരു ഗോൾഡൻ കളർ അടിച്ചിട്ടുള്ള ഒരു ചന്ദ്രക്കലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹാങ്ങിങ് പോലെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ തൂക്കാൻ പറ്റുന്നത് പോലും ബാക്കിലിങ്ങനെ നിലത്തൊക്കെ ബെഞ്ചുമേലൊക്കെ വെക്കാൻ പറ്റുന്നത് പോലും വെച്ചിട്ടുണ്ട്.